എല്ലാം ആണെങ്കിൽ അവിടെ നിൽക്ക്. ഞാൻ അന്നേം കാത്ത് നിൽക്കേനി. എന്നാലും എനിക്ക് വന്നിട്ട് അമ്മായിന്റെ വീട്ടിലേക്കൊന്നും വരണമെന്ന് തോന്നിയില്ലല്ലോ. എല്ലാ ഈ എന്നാ തിരിച്ചു പോണേ? എനിക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? നാളെ ഞാൻ ആലോചിക്കാണ്. വെറുതെ ശൂന്യാകാശത്ത് പറന്ന് നടക്കണേ. എനക്ക് എന്തോരം പൈസ കിട്ടുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ നായി നയിക്കണ പോലെ നയിച്ചിട്ട് ഇത്രയും പൈസ ഇട്ടുണ്ടോ? ഇത്രയും കാലം ജീവനും പണയം വെച്ച് ശൂന്യാകാശത്ത് കിടന്ന ഞാനിപ്പോ ആരാ ഏട്ടാ? എനിക്കിങ്ങനെ ശൂന്യാകാശത്ത് പറന്ന് നടന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? ഞാനതല്ല വിചാരിക്കണേ. എനിക്ക് ബീട്രൂട്ട് ഉപ്പേരിയാണ്, ബീട്രൂട്ട് തോരനാണ് ഇഷ്ടം എന്ന് കണ്ട പത്രക്കാർ പറഞ്ഞിട്ട് വേണല്ലേ ഞങ്ങൾ കുടുംബക്കാരെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വല്ല കോടീശ്വരം പരിപാടിക്കെട്ടാണോ വന്നത്? എന്തോരം ചോദ്യങ്ങൾ അവരെ കയ്യില്. എന്റെ കൂടെ ഒരു ചെക്കനും കൂടി ഉണ്ടായിരുന്നല്ലോ വരാനും പോവാനൊക്കെ. പക്ഷെ ഓന്റെ പേര് എവിടെ ആരും പറയണ അധികം കേട്ടില്ലല്ലോ. ഞനക്കൊരു ചീത്തപ്പേര് വരണ്ടാന്ന് വിചാരിച്ചിട്ട് പറയാത്തായിരിക്കും അല്ലേ? അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അമ്മായി കൂടെ വരാം. അതാകുമ്പോൾ എന്റെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുമല്ലോ. പിന്നെ ഞാനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ചീത്തപ്പേരും ഉണ്ടാവില്ല. എനിക്ക് ചെറിയൊരു മുറി തന്നാൽ മതി. അല്ല ഇവിടെ ഗ്യാസ് ഒക്കെ ഉണ്ടാവില്ലേ അവിടെ? ഹലോ, ആ ബോസേ, നമ്മള് വന്ന പേടകം തിരിച്ചു പോയോ? എന്നാ പോലെ 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 ആള് കയറാണ്ട്. ആ ഞാനവിടെ തിരിച്ചു വരാം. എനിക്ക് ഈ നാട്ടില് നിക്കണ്ട. ഇതിലും ഭേദം ശൂന്യാകാശത്ത് പോയി പട്ടിണി കിടന്ന് ചാവാതെ.